ഇതാണ് കിട്ടിയേ. ഇത്ര വലിയ പീസ് കിട്ടി. ആടാ കിട്ടി. കാണുന്ന കുന്നുണ്ടല്ലോ അവന്നാണ് നമ്മൾ വരുന്നത്. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ എടുത്താണ്. പക്ഷെങ്കിൽ വരാം. ഹായ് ചെങ്ങന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചെങ്ങന്മാരെ, ഞങ്ങൾ സുക്കു വാലിയിലേക്ക് അവിടുന്ന് റിട്ടേൺ വരുന്ന വീഡിയോ ആണെന്ന്. ഇന്ന് സുക്കു വാലിയിലുള്ളൊരു വീഡിയോ ആണ്. പക്ഷേങ്കിൽ ആ വീഡിയോക്ക് തുടക്കമല്ല, എൻഡും തന്നെ ഇല്ല. പിന്നെങ്കിൽ എൻ്റെ ഓക്കെ പ്രശ്നമല്ല. പക്ഷേങ്കിൽ അതിന് വീഡിയോൻ്റെ തുടക്കത്തിൽ വന്ന ആ ഒരു വീഡിയോ നമുക്ക് എന്താ പറയണ, ക്യാമറ ഡൗൺ ആക്കിയിട്ട് അത് ഓപ്പൺ ആവണില്ല. ആ വീഡിയോ അവിടുന്ന് അങ്ങോട്ട് കിട്ടില്ല. അവിടുന്ന് പകുതി അവിടുന്ന് അങ്ങോട്ട് കിട്ടുന്നുണ്ട്. എൻട്രോ കഴിഞ്ഞിട്ട് ഇൻട്രോ മൊത്തത്തിൽ ആ ഒരു ഷോട്ടില്ല. അത് കഴിഞ്ഞിട്ടുള്ള ഷോട്ടുകളൊക്കെ ഉണ്ട്, ആ ഒരു ഷോട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും അവസാനത്തെ ഷോട്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു എന്താ പറയുക വീഡിയോയിൽ ഇതായിക്കോട്ടെ അതിൻ്റെ ഒരു ഇൻട്രോ. എന്നാൽ പിന്നെ നമുക്ക് നേരെ സുക്കുവിൽ കുറച്ച് മലയാളികളെ പരിചയപ്പെടാം. അപ്പോൾ ചെങ്ങന്മാരെ, ഞങ്ങൾ പറഞ്ഞില്ല മലയാളികൾ കുറച്ച് പേരുണ്ടെന്ന്. അവരെ പിടിച്ചിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ നാട്ടുകാരനെയാണ് അല്ലേ? മലപ്പുറം മഞ്ചേരിയോ? എല്ലാവരും മഞ്ചേരി തന്നെ. മഞ്ചേരി മലപ്പുറം. എത്ര ദിവസമായി യാത്ര? മേഘാലയയിലായിരുന്നു അല്ലേ? എങ്ങനെ യാത്ര ചെയ്യണം? എങ്ങനെ നിങ്ങൾ? അത് ഫ്ലൈറ്റ് ഉണ്ട്, ട്രെയിൻ ഉണ്ട്, ബസ് ഉണ്ട്, ബൈക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അല്ല, അപ്പൊ നിങ്ങള് ഫെസ്റ്റിവൽ എടുത്തില്ല? ഇത് കഴിഞ്ഞിട്ട് എപ്പോഴാ ഇറങ്ങണേ? ഇറങ്ങൂല്ലേ? ഞങ്ങള് ഇന്നലെ വന്നപ്പോ വരെ കണ്ടാണ് അല്ലേ? പക്ഷേ ഇവരെ ഇങ്ങനെ ഇറങ്ങിപ്പോയി. അപ്പൊ അവരെന്താ റേഞ്ചും തപ്പി പോയതാണ്. പിന്നെ ഇവരെ കണ്ടതുമില്ല. പിന്നെ കുക്കിനോട് പറഞ്ഞ 12 മണിക്കാണ് അവിടെ പാട്ട് കേൾക്കുന്നുണ്ട് മലയാളികൾ. ആ നേരത്തെ ഞങ്ങൾക്ക് നീച്ചു പോരാ. എനിക്ക് യാതൊരു മനസ്സില്ല. കാരണം ഇവിടുത്തെ തണുപ്പ് എന്താ അവസ്ഥ? അല്ല, നിങ്ങളിപ്പോ ടെന്റ് ആയിട്ട് പോകുന്നാണല്ലോ. അപ്പൊ ഞങ്ങള് നമ്മൾ ടെന്റിലല്ല, കാരണം നമ്മൾ ഡോർമെറ്ററിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ടെന്റ് ഇത്ര അനുഭവം എന്താണ്? അല്ല, നമ്മൾ അങ്ങോട്ട് വരുമല്ലോ ആളുകള്. അപ്പൊ അവര് നമ്മള് വെട്ട പോലെ പെടണ്ട. അപ്പൊ അതുകൊണ്ടാണ് -10 വന്നിട്ട് ഒരു കാര്യമില്ല. 5 ഡിഗ്രി വന്നിട്ട് കാര്യമില്ല. മൈനസിൽ ടെമ്പറേച്ചറിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ ബ്ലാങ്കറ്റ്സ് കൊണ്ടുവരാം. അല്ലെങ്കിൽ ഡോർമെറ്ററി തന്നെ നല്ലത്. പിന്നെ ട്രക്കിങ്ങിന്റെ അവസ്ഥ എന്താ? കയറി പോന്നപ്പോ വലിയ റിസ്ക് ഒന്നുമില്ലല്ലോ, എന്നാലും നമുക്ക് കയറി പോരാൻ പറ്റുന്ന. ആദ്യത്തെ 1/2 മണിക്കൂർ ചെറിയൊരു സ്റ്റീപ്പ് ആയിട്ടുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ നല്ല രസമുള്ള ഈ ഒരു വാലി കൂടെ ഉള്ളതാണ് ഫുള്ളും വരുന്നത്. അതെ, ഇവിടെ എത്തിയിട്ട് നിങ്ങളുടെ ഒരു അനുഭവം എന്താ? ഈ ഒരു വാലി, ഈ ഒരു വ്യൂ കാര്യങ്ങളൊക്കെ ഇഷ്ടമായോ? നഷ്ടമായോ? ഇഷ്ടമായോ? നഷ്ടം പറയാൻ പറ്റില്ല. പിന്നെ ഏറ്റവും അഡ്വഞ്ചർ എന്ന് പറഞ്ഞാൽ താഴെ മറ്റേ വിശ്വമ വില്ലേജ് ഇങ്ങോട്ടുള്ള മറ്റേ ഓഫ് റോഡ് അടിപൊളി. ആ ഓഫ് റോഡ് അത് നിങ്ങളെങ്ങനെ കയറിയത്? നിങ്ങളവിടെ ജിപ്സി എടുത്താ? നമ്മളത് പാതി വരെ നമ്മളെ വണ്ടിയിൽ കയറി, കൂമ്മലിൽ കയറി, പാതി ഞങ്ങൾ നടന്ന് കയറി. 2 അനുഭവമുള്ള ആളുകൾ തന്നെയാണ് ഞങ്ങൾ. വണ്ടി തള്ളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ പേര്? എന്റെ പേര് മുനവർ. ഓക്കെ. ഇർഷാദ്, ഫാരിസ്, അനസ്. ഗൈസ്, നമ്മുടെ ഇവരൊക്കെ ഇത്രയും ദൂരത്ത് നമ്മളെ മലയാളം സംസാരിക്കുന്ന ആളുകളെ കാണുമ്പോഴും പിന്നെ ഇത് ഞങ്ങളുടെ നാട്ടുകാരനായതുകൊണ്ട് വല്ലാത്തൊരു സന്തോഷം അല്ലേ? ആരൊക്കെ കൂടെ ഉള്ള പോലെ തോന്നില്ല എനിക്ക്. വണ്ടൂർ കോളേജിലെ ചെയർമാനാണ്. അംബേദ്കർ കോളേജിലെ ചെയർമാൻ ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെ അറിയുന്നവരുണ്ടാവും, കമന്റ് ചെയ്യാ അല്ലേ? അനസ് അല്ലേ? ഞങ്ങൾ ഇനി അവിടെ ഒരു കുരിശുംപാറയുണ്ട്, കുരിശുണ്ട്. അത് മലന്റെ മേലെ. നിങ്ങൾ ട്രക്ക് ചെയ്യണ്ടോ? ചായ കുടിച്ചില്ലേ നിങ്ങൾ? അപ്പോൾ വേണേ നോക്കാം. എന്നാ പിന്നെ ഞങ്ങളവിടെ പോയോട്ടോടാ. നിങ്ങൾ ഇന്ന് എപ്പോഴും ഇറങ്ങി? കുറച്ച് കഴിഞ്ഞിട്ട്. ഇനിയിപ്പോ കാര്യമായിട്ടൊന്നുമില്ല. ഒന്ന് ചൂടാവട്ടെ, രക്തോടട്ടെ. കാല് വരെ മൊത്തത്തിൽ നഖം വരെ നല്ല വേദന അല്ലേ? ഞങ്ങൾ ഡബിൾ സോക്സ് ഒക്കെ ഇട്ടിരുന്നു, അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒക്കെ തണുപ്പ് ഭയങ്കരമാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. ഞങ്ങൾ വരെ കണ്ടപ്പോൾ ഇവരൊന്ന് പരിചയപ്പെടുത്താതി. പിന്നെ അത് മാത്രമല്ല, ഞങ്ങളുടെ നാട്ടുകാരാണ്. ഇവിടെ വരേണ്ടി വന്നില്ല നമ്മൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നിങ്ങൾ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് തിരിക്കുകയാണോ? ഫ്ലൈറ്റാ? ഓക്കെ. എന്നാ പിന്നെ ഓക്കെ, ഞങ്ങള് പോവാണ്. നമ്മൾ കാണാറ് ഞങ്ങളോട് പോയി. താങ്ക് യു. ഓക്കെ, ബൈ.
മരം കൊണ്ടുണ്ടാക്കിയ പാലാണ് അല്ലേ? ഉണ്ടാ ഗൈസ്, മരം കൊണ്ടുണ്ടാക്കിയ പാലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പോയാൽ നമ്മളെ ക്യാമ്പിൻ്റെ അടുക്കാണ്. ഞങ്ങൾ പോന്നപ്പോൾ തന്നെ കണ്ടതാ, നിങ്ങളെ കാണിച്ചില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ പയണം ആരംഭിക്കുവാണ്. ഇവിടേക്ക് വന്ന ആരും ഇതുവഴി പോയിട്ടില്ല, ആരും അങ്ങോട്ടേക്ക് പോയിട്ടില്ല. ലോക്കോ നമ്മൾ മാത്രമാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഇതൊക്കെ എന്തെങ്കിലും ഒരു വെട്ടം വരുന്ന പരിപാടിയാണ്. നമ്മളിപ്പോൾ ഇനി ലൈഫിൽ എന്നങ്ങോട്ട് വരികയെന്നറിയില്ല, ഇനി വരാൻ അവസരം കിട്ടുമോ എന്തോ ഒന്നും അറിയില്ല. അപ്പോൾ ഞങ്ങൾ മാക്സിമം നമ്മളത് എങ്ങനെയൊക്കെ പോകാൻ നോക്കണം. ഗൈസ് ഇത് ഹെലിപ്പാഡിലേക്ക് പോകുന്നത്. നമ്മൾ നേരത്തെ പോയി വഴിയും പാച്ച്, ഇനി നമ്മൾ അതിന് തൊട്ട് ചാരിട്ട് വഴി പോകുന്നുണ്ട്. ഇതിലൊന്നും ഇറങ്ങി നോക്കട്ടെ. ഓ ഗൈസ് ഈ വഴിയാണ്. ഇതിലധികം ആളുകളൊന്നും പോയിട്ടുണ്ടാവില്ലോ. നമ്മൾ രണ്ടുപേര് മാത്രമേ ഇന്ന് പോകുന്നുള്ളൂ. ഞാനിപ്പോൾ അടുക്കാരും പേരും അറിയില്ല. ഏതായാലും ഈ മുറ്റ് കാടിൻ്റെ ഉള്ളിൽ കൂടെ, ഈ മുളങ്കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങൾ കയറി പോവുകയാണ് ഗൈസ്. രാവിലെ ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിച്ച് ഞങ്ങളുടെ യാത്ര പയണം ആരംഭിച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് ആ ഒരു വ്യൂ കാണണം ഗൈസ്, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ചെങ്ങന്മാരെ നമ്മൾ ഇവിടേക്ക് ഞാൻ പറഞ്ഞ പോലെ ആദ്യമായിട്ട് വരുള്ളൂ. ചിലപ്പോൾ ഈ ഒരു വരെ വരുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ പോകുന്നുണ്ട്. ഇതുവരെ ആരും ഈ ടിപ്പ് വന്നിട്ടുള്ള ആരും അങ്ങോട്ട് പോയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളാണ് പോകുന്നത്, ഇത്ര ആളുകൾ അല്ലേ. അപ്പോൾ ചെങ്ങന്മാരെ നമ്മുടെ റൂട്ട് ഇതാണ്. ഈ റൂട്ടിലൂടെ നമ്മൾ പോകുന്നത് അത്യാവശ്യം നല്ല തിരക്കില്ലാത്ത വഴി തന്നെയാണ്. പിന്നെ ട്രക്ക് ചെയ്യാണ്ട്, അത്യാവശ്യം നല്ലതായിട്ട് ട്രക്ക് ചെയ്യാണ്ട്, ഒരുപാട് ദൂരം പോകാണ്ട്. 1 മണിക്കൂർ വൺ സൈഡ്, 1 മണിക്കൂർ 1-2 മണിക്കൂർ ട്രക്കിംഗ് ഉണ്ട്. അത് നമുക്ക് 1 മണിക്കൂർ എന്നുള്ള 3/4 മണിക്കൂറാക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ടും തന്നെ 3/4 മണിക്കൂറാക്കി തീർക്കണം അല്ലേ. 1.5 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് ഫുൾ പരിപാടി അവിടുത്തെ ഷൂട്ടിങ്ങും കാര്യം, അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തിട്ട് മൊത്തത്തിൽ 2 മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും തീർക്കാൻ പറ്റുമോ നോക്കണം. നോക്കല്ലേ. ഇതാണ് ചെങ്ങന്മാരെ ആ ഒരു വ്യൂ. ഇതാണ് ചെങ്ങന്മാരെ ഫുള്ളും മൊട്ടങ്ങുന്നാണ് കൈസ്. ചെങ്ങന്മാരെ എന്നാ ഒരു വ്യൂ. ഈ വ്യൂ കാണാതെയുള്ള ആളുകളൊക്കെ പോകുന്നത്. ഞങ്ങൾക്ക് ആ കുരിശ് ഞങ്ങൾ പോയി തൊടും. അവിടെ പോയിട്ട് ഞങ്ങൾ കുരിശിനെ തൊട്ടിരിക്കും. അത് ഫ്ലോറസ്റ്റ് 71-ന്റെ കട്ടളയാണ് അല്ലേ. ഇതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയാൽ മാത്രം പോരല്ലോ, കുക്കുവോ കയറണം. കയറ്റമാണ് ടാസ്ക് ആകുക. ഇതങ്ങോട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഈ ഒരു വലിയൊരു മുട്ടംകുന്ന് നമ്മൾ ഇറങ്ങിക്കൊണ്ട് നിൽക്കണം. അടുത്തൊരു മുട്ടംകുന്നിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പൂക്കളുണ്ടാവും. ഇതിപ്പോൾ സീസൺ അല്ലാതെ തോന്നുന്നു. സീസണാണെങ്കിൽ ഈ മുട്ടംകുന്നിൽ പലയിടങ്ങളിൽ പൂക്കൾ കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. ഇല്ല, ഫുള്ള് പച്ചപ്പായി കിടക്കുകയാണ്. നല്ല ഇതന്നെ നല്ല മനോഹരമായുള്ള വ്യൂ ആണ്. പക്ഷേങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പൂക്കളെ കാണാൻ വേണ്ടി പറ്റിയില്ല. ആ ടൈം അല്ല അത്. ഇവിടുത്തെ തണുപ്പിൻ്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഈ സാധനം അത് ഐസാ ഉണ്ടാ, ഐസല്ലേ. തണുപ്പ് നിസ്സാരമൊന്നുമല്ല, നല്ല തണുപ്പുണ്ടായിരുന്നു ഇവിടെ. ഇവിടേക്ക് വരുന്നവർ ഇപ്പോൾ അവരുടെ അനുഭവം അവർ പറഞ്ഞില്ല. ടെൻറ്റ് കിടന്നപ്പോൾ അതാ പറഞ്ഞു. ഇപ്പോൾ ഈ പോകുന്ന വഴിക്ക് ഫുള്ളായിട്ട് ഐസാണ്. ഐസ് കിട്ടി കിടക്കുക അവിടെ. ഇറങ്ങി വന്ന വഴി, ഇനി ഇറങ്ങി പോവേണ്ട വഴി. ഇപ്പോഴും കുരിശിൻ്റെ പൊട്ടും പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റണില്ല അല്ലേ. പക്ഷെങ്കിൽ ഈ വ്യൂ കണ്ട ഗൈസ്, ചെങ്ങന്മാരെ ഇത്ര മനോഹരമായിട്ടുള്ള വ്യൂ ഇത് കാണാതെ തന്നെയല്ലേ നമ്മൾ വരുന്നത്. നിങ്ങൾ പാതി വൈരച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്ര രീതിയിൽ. എൻ്റെ ചെങ്ങന്മാരെ നിങ്ങൾ വരണം. നിങ്ങൾ പാതി വൈക്കച്ച് ട്രക്കിങ് എത്രയോ 3 മണിക്കൂർ ട്രക്ക് ചെയ്ത്, നമ്മൾ 3.5 മണിക്കൂർ ട്രക്ക് ചെയ്ത് ഞങ്ങളിവിടെ എത്തിയത് ഫസ്റ്റ് അവിടേക്ക് ക്യാമ്പ് വരെ. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇനി 1 മണിക്കൂർ ട്രക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ 1 മണിക്കൂർ തന്നെയാണെന്നാണ് അവർ പറയുന്നത്, എന്താ അറിയില്ല. പക്ഷേങ്കിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇതൊന്ന് മിസ് ചെയ്ത് ഗൈസ്, ഇങ്ങോട്ട് വരണം ഗൈസ്. അതിലെ വരണം, അതിലെ ചോട്ടിൽ ഇറങ്ങി കാണും. എന്തൊരു മനോഹാരിതയാണത് അല്ലേ. ഈ വാലിയുടെ ഒരു വ്യൂ കാണണം നിങ്ങൾ. നിസ്സാരമായിട്ടുള്ളൊരു വ്യൂ അല്ല, നല്ല ഭംഗിയാണ് കാണാൻ അല്ലക്കോ. പിന്നെ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ താഴത്ത് കൂടെ ഒഴുകുന്നൊരു നദിയാണിത്. കണ്ടാ, ഇതാരും കണ്ടാ? അവരാരും കണ്ട വെക്കോ? ഇല്ല, കണ്ടില്ല. അതിലോ ഈ ഒരു വാലികളുടെ ഇടയിലൂടെ ഒക്കെ ഒഴുകി വരുന്ന ഒരു നദിയാണ്, ഒരു ചോലയാണ്, ചെറു ചോലയാണത്.
ഇവിടെ നിന്ന് അവിടെയൊക്കെ നിന്ന് ഒരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ പറയണം എന്നെ ഇക്കാരം അതിൻ്റെ റിവ്യൂ അല്ലേ. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ടില്ലേ? ആ സെറ്റാണ്, വാൾപേപ്പർ ആക്കാം ഇൻസ്റ്റാഗ്രാമിൻ്റെ വീട്. ആഹാ എന്നാ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഗൈസ്, മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ചെങ്ങന്മാർ ആ ഭാഗത്തൊക്കെ ഐസ് വീണ് നടക്കുന്നുണ്ട്. ആ മുട്ടി കിടക്കുകയാണ്. ഇപ്പോൾ ഇതിലൊക്കെ നമ്മൾ നടക്കുമ്പോൾ ഉണ്ടോ പിന്നെ ജാക്കറ്റ് നനഞ്ഞ് നനയുള്ള കാരണം എന്താ ഇതിലൊക്കെ നടന്ന് വരുമ്പോൾ നമുക്ക് ജാക്കറ്റ് നനയും. ഇനി ഞങ്ങൾ 2-3 ഫോട്ടോ എടുക്കാം കേട്ടോ. അതൊരു ഫോട്ടോ സെക്ഷനാണത് അല്ലേ. നമ്മൾ ഇവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത് കേട്ടോ. ഇവിടെ നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ഡേഞ്ചറാണ്. ഉണ്ടെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അറ്റത്തേക്കൊക്കെ പോയാലേ ഇപ്പോൾ ഒന്നിവിടെ നിന്ന് അന്ന് കാണിച്ചു കൊടുക്കാനേ നമ്മൾ എവിടെ നിന്ന് വക്കക്കും അല്ലേ അവിടെ നിന്നുണ്ടെങ്കിൽ പേടിയാവും അല്ലേ. പിന്നെ നമുക്ക് ഒരു സെക്ഷൻ ഉള്ളത് അതാണ് ഫോട്ടോ സെക്ഷൻ, മനസ്സിലായോ? ഈ സ്ഥലം എന്ന് പറയുന്നത് അതേ അങ്കാമി ട്രൈബിൻ്റെ കീഴിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അവരുടെ സ്ഥലമാണ് ഇത്. ഈ കാണുന്ന ചുറ്റുവട്ടാരം ഫുള്ളായിട്ട് ഇതൊക്കെ നമ്മളിപ്പോൾ പോകുന്നതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇതൊക്കെ അവരുടെ ഒരു സ്ഥലമാണ്. ഇതിൻ്റെ ഒരു കാര്യം ചരിത്രം പറയുവാണെങ്കിൽ, ചരിത്രമായിട്ടൊന്നുമല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഇവരെ രാജാവ് ഒരു ടീമിനെ ഈ മലയ്ക്ക് മുകളിലേക്ക് അയച്ചിട്ട് ഇവിടെ ജനവാസയോഗ്യമാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് അയച്ചിട്ട് അവർ റിട്ടേൺ പോയിട്ട് രാജാവിനോട് പറഞ്ഞു ഇവിടെ നമുക്ക് വസിക്കാൻ പറ്റുന്ന സ്ഥലമല്ല, കാരണം ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാവാം നമുക്ക് വസിക്കാൻ വേണ്ടി കഴിയില്ല. അങ്ങനെ അവർ ഇവിടെ വീടും കാര്യമൊന്നും വെക്കാതെ അവർ താഴത്തേക്ക് തന്നെ ഇറങ്ങിയിട്ട് അവിടെയൊക്കെയാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഇവർ ഈ മണിപ്പൂരിൻ്റെ അടുത്താണല്ലോ, ബോർഡറാണ്. അപ്പോൾ ഇവരും തമ്മിൽ ഇവർ സ്ഥലത്തിന് വേണ്ടിയിട്ട് ചെറിയ എന്താ പറയുക തർക്കമൊക്കെ ഉണ്ട്, നിലനിൽക്കുന്നുണ്ട്. അവരും തന്നെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ട്രക്കിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അത് എവിടെ നിന്ന് സ്റ്റാർട്ട് ആവുന്നത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഒരു അങ്കാമി ട്രൈബിൻ്റെ കീഴിൽ വരുന്ന ഒരു സ്ഥലമാണത്. അവർക്ക് തന്നെയാണ് ഇപ്പോൾ ഇവിടെ വരുന്ന നമ്മുടെ ടൂറിസ്റ്റുകളിൽ നിന്ന് വരുന്ന ഫണ്ട് പൈസ കാര്യങ്ങളൊക്കെ പോകുന്നതൊക്കെ അവർക്ക് തന്നെയാണ് അല്ലേ. ഞങ്ങളങ്ങനെ ഭൂമിയിലേക്ക് എത്തിയിട്ടുണ്ട്. ആ കാണുന്ന കുന്നുണ്ടല്ലോ അതുമ്മന്നാണ് നമ്മൾ വരുന്നത്. അത് ചൂണ്ടിക്കാട്ടുമ്പോൾ എടുത്താണ്, പക്ഷേ എങ്കിൽ വരാൻ ഒരുപാട് ടൈം എടുത്തു അല്ലേ. നമ്മൾ ഏകദേശം അരമണിക്കൂറിലേറെ അവിടെ നിന്ന് ഇവിടേക്ക് എത്താൻ വേണ്ടി എടുത്തു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ മുട്ടുംകാലിൻ്റെ അത്ര ഉള്ളൂ ഇവിടുത്തെ ചെടികൾ. അതുപോലെ തന്നെ ഇതിലൊക്കെ കല്ല് പതിച്ചേക്കണം, കല്ല് പതിച്ച് വഴി ഉണ്ടാക്കിയേക്കണം അവർ. വഴി കാണുമ്പോൾ തന്നെ നല്ല വൈബുണ്ടല്ലോടാ, നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. എന്താ പറയുക, ഇപ്പോൾ ഇതിലൊക്കെ ചെറിയ പോക്കറ്റോട് പോകുന്നുണ്ട്, എടുക്കാനാവോ. ഏതായാലും അതിലൊക്കെ പോകണം, നമുക്ക് ടൈമുണ്ട്, നമുക്ക് ഇവിടെ ഇഷ്ടം പോലെ സമയമുണ്ട് അല്ലേ. സമയം ഉണ്ടായത് കൊണ്ട് നമ്മളത് ഇവിടുത്തെ മാക്സിമം എടുത്തിട്ട് തന്നെ നമ്മൾ പോകുന്നുള്ളൂ. ഇവിടെ കീവും കൂടി ഉണ്ട്, അത് എവിടേക്ക് വഴി എങ്ങനെ എനിക്കറിയില്ല. ഇതിൻ്റെ വഴി പിന്നെ നമുക്കവിടെ തിരഞ്ഞപ്പോൾ കിട്ടി. ആ കീവിലേക്കുള്ള വഴി അവിടെ ചോദിച്ചാൽ, പക്ഷേ ഇത് എനിക്ക് മനസ്സിലാവണില്ല അവർ പറഞ്ഞത്. അതുകൊണ്ട് അവിടേക്ക് പോകണ്ടേ. അതാണ് ലാംഗ്വേജ് കൂടി നമ്മളെ കയ്യിലുണ്ടെങ്കിണ്ടല്ലോ വേറെ ലെവലായിരിക്കും നമ്മൾ. ഇതൊക്കെ ചതുപ്പാണ് അല്ലേ. ഇത് താന്ന് പോകാൻ സാധ്യത ഉണ്ട് കേട്ടോ. ശരി, നമ്മളിവിടെ ഒരു വെള്ളം ഐസായിട്ടുണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടടാ, ഇത് ഇവിടുത്തെ തണുപ്പിൻ്റെ ഒരു കണ്ടത് അല്ലേ കിട്ടിയില്ലേ. അതാണ് പറഞ്ഞത്, ഒരു തണുപ്പിൻ്റെ ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇപ്പം എത്രത്തോളം ഉണ്ടെന്ന്. കണ്ടാ പൊടിഞ്ഞ് എടുക്ക് ഒന്നുകൂടി കിട്ടാ, വലുത് കിട്ടാ, വികല്ല ടൈക്ക് കിട്ടണില്ലല്ലേ. തൊടുമ്പത്തിനും പൊട്ടുക, വലിയ കനല്ല അത് അല്ലേ. ഇത് തണുപ്പിപ്പോൾ പോയതാണേ, ഇപ്പോൾ കുറേ ഉരുകിയതായിരിക്കും. നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരുവാണെങ്കിൽ ഇതിനേക്കാളുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ ഇവിടുത്തെ തണുപ്പിൻ്റെ അവസ്ഥ എന്താന്ന്. മോനെ ഇതൊരു എന്താ പറയുക കനം കുറഞ്ഞാണ് ഇപ്പോൾ. അത് സൂപ്പറായില്ലേ. ആണ്ടാ ഇതൊക്കെ തന്നെയാണ് ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ കാഴ്ച. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വ്യൂ കണ്ടാളേ. എന്നാലേ സൂപ്പറായില്ലേ. തീരെ കട്ടിയറിഞ്ഞില്ല, ഇത് തീരെ കട്ടിയില്ല, പക്ഷെ കട്ടി ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോൾ വെയിൽ ഉദിച്ചില്ലേ, അപ്പോൾ ഇതൊക്കെ കുറച്ച് നേരത്തെ വരികയാണെങ്കിൽ നല്ല കട്ടിയിൽ കാണാറ്. പക്ഷെ നമ്മൾ എണീക്കാത്തൊന്നുമല്ല, നമ്മൾ എണീറ്റ് ഉറങ്ങണമൊന്നുമില്ല. ഇപ്പോൾ തണുപ്പോണ്ട് പുറത്തേക്ക് ഇറങ്ങാത്ത കേസാ അല്ലേ. വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയില്ല, അത്രേ ഉള്ളൂ. ചെങ്ങന്മാരെ നമ്മൾ നേരത്തെ കണ്ട അരുവിയാണിത്. എന്നെ ക്ലിയർ അല്ലേ വെള്ളത്തിന്, എന്നാ ക്ലിയർ ആവേ. ടൈറ്റാ അല്ലേ, ടൈറ്റിൻ്റെ ടൈറ്റാ ഗൈസ്. അപ്പം നമ്മളിത് എല്ലാം ക്രോസ് ചെയ്യണം. ശ്രദ്ധിച്ച് പോകണം, ഇല്ലെങ്കിൽ പണി കിട്ടും. ശ്രദ്ധിച്ചു പോട്ടോ, ഇല്ലേ വീണ നനയും. ഇല്ല എന്നാലും ഓരോ കല്ലിലും ആളുകളുടെ ഇത് മുദ്ര പതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അവരൊക്കെ വാടാ മോനെ, എങ്ങനെ കേറിയില്ലേ.
വന്നവരൊക്കെ അവരുടെ അടയാളം മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് ഇവിടെ അല്ലേ. പിന്നെ ഇവിടെ എന്താ കാര്യമായിട്ട് എഴുതിയിരുന്നു, പക്ഷേങ്കിൽ അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഒരു കല്ലിനെ കുത്തി നിർത്തി വെച്ചിട്ടുണ്ട്. ഈ കല്ലുമ്മലൊക്കെ ഫുള്ളായിട്ട് ഈ പാറയിലൊക്കെ ഫുള്ള് പേരെഴുതി വെച്ചിട്ടുണ്ട്. അവർ വന്നു എന്നുള്ളതിനുള്ള അടയാളം അല്ലേ. പിന്നെ ഈ വേസ്റ്റ് ഒന്നും ഇവിടുന്ന് വല്ലാതെ നീക്കം ചെയ്യുന്നില്ല. ഇവരെന്ത് ചെയ്യണം അറിയാം, ഇത് കത്തിക്കുകയാണ്, വെട്ട് കത്തിക്കുക. വെട്ട് കത്തിക്കണ പരിപാടിയാണ്. ഇനിയുണ്ടല്ലോ ഒരു അരുവി കിടക്കാൻ. അങ്ങോട്ട് നോക്കാം. അങ്ങോട്ട് തന്നെ നടക്ക് വാ, വേഗം നടക്ക്. അവിടെ അരുവി ഐസ് അയക്കണ്. അരുവി ഐസ് അയക്കണം ഇവിടെ. ഇതിലൊക്കെ പോരാ. എന്താ മോനെ, ഓ ഇതല്ല കാണണ്ടാ. ഇത് പിടിച്ചാ, ക്യാമറ പിടിച്ചാ. ഓ ഗായ്സ്, ഐസ് 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 കാണില്ലേ? കണ്ടു ഐസ്. ഇതല്ല കാണണ്ടല്ലേ? ഇത് അത്യാവശ്യം കട്ടിങ്ങാനുണ്ട് കാണുന്നുണ്ടാ? കാണുന്നുണ്ടാ? ചങ്ങന്മാരെ ഐസാണ് ഐസ്. ഇവിടുത്തെ തണുപ്പിന്റെ ഒരു അവസ്ഥ മനസ്സിലായില്ലേ? ഈ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഈ നദി, ഈ ഒരു ചെറിയ ചോല ഇത്ര അധികം ഐസായി നിൽക്കണമെങ്കിൽ അപ്പൊ എത്രമാത്രം തണുപ്പുണ്ടാവും, എത്രമാത്രം തണുപ്പുണ്ടാവും അല്ലേ? ഇവനെ ഇതിൽ തന്നെ ഉണ്ടല്ലേ. ഇനി വരുന്നവർക്ക് കാഴ്ച കാണട്ടെ. ഇതില് വാ, ഇങ്ങോട്ട് വാ. ഇതൊക്കെ ഫുള്ള് അവിടെ ചവിട്ടുണ്ട്. കുപ്പി പോയി അങ്ങോട്ട് നോക്ക്. മോനെ കുപ്പി വെള്ളത്തിൽ പോയില്ല. ഞാനത് വെള്ളത്തിൽ കാട് വിചാരിച്ചു. ഓ ഇങ്ങോട്ട് ചവിട്ടിയാ പൊട്ടുവാ പൊട്ടും. അമർത്തണം. വലിയ കഷ്ണം എടുത്താ പൊട്ടിക്കാർക്ക്. ഞാനും പൊന്തിക്കാം. പൊട്ടാതെ കിട്ടൂല, പൊട്ടാതെ കിട്ടൂല. കിട്ടി. ഞങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഐസ് ട്രോഫി ഐസ് ഫ്ലോറസ്റ്റിന്റെ വക ആയിട്ട് ഫ്ലോറസ്റ്റിന് കിട്ടിയത് അങ്കാമി ട്രൈബിന്റെ വക അല്ലെ. അങ്കാമി ട്രൈബിന്റെ വക ഇങ്ങോട്ട് വരേണ്ടി വന്നു. ഇവിടുക്കാണ് ചാടിയത്. ഫ്ലോറസ്റ്റ് 71 അങ്കാമി ട്രൈബിന്റെ വക ഈ ട്രക്കിങ്ങിന് വേണ്ടിയിട്ട് തന്നതാണ് അവര്. കണികന്റെ കൈ കൊണ്ട് നിർത്തിക്കോ. എടുക്കണോ കുപ്പി? വല്ല ചോട്ടിടാ. അവിടെ വെള്ളം ഉണ്ടോ അവിടെ? ഞാൻ പറഞ്ഞേ. കൈ വേണ്ട അൻ്റെ ഈ കൈ വേണ്ട. കിട്ടിയില്ലേ? ഐസായി. ഓ അങ്ങനെ ഈ പറ്റിനൊക്കെ ഐസ്. ഇതൊക്കെ ഐസാണ്. ഇതൊക്കെ ഐസാ. പോക്കടാ. ഓ മാനക്കുഞ്ഞാ. ചെങ്ങന്മാർ, അപ്പം ഈ ഒരു നദിയിലെ ഈ ഒരു അരുവിയുടെ തണുപ്പ് എത്ര ആയിരിക്കും അല്ലേ? എത്ര ഡിഗ്രി തണുപ്പോടെ വന്നിട്ടുണ്ടാവും ഐസ് ആവണമെങ്കിൽ. ഇവിടെയൊക്കെ പിന്നെ നല്ല രീതിയിൽ ഐസ് ഉണ്ട്. ഞാൻ പൊട്ടിച്ച് വിട്ടതാണ്. അതൊന്നും അങ്ങനെ ഒഴിച്ചു പോവില്ല, അവിടെ കിടക്കുവേ. ഞാൻ അവിടുന്ന് കട്ടവഞ്ഞി. ഇവിടെ നല്ല കനുണ്ടേന്നേ. ഇതുണ്ടോ? ഇതൊക്കെ നല്ല കനുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പൊട്ടിപ്പോയതാണ്. കൈ കുത്തി പോകല്ലേ ടൈല് അല്ലേ? ആ സോം കൈ കിട്ടി. ആ വലുതൊന്നായിട്ട് കിട്ടുമൊന്നുമില്ല. എന്നിട്ടോ രണ്ടാം മുഴുക്ക വൈക്കണേ പുറത്തം കിട്ടണേ. നിക്ക് ഇതാണ് കിട്ടി. ഇത്ര വലിയ പീസ് കിട്ടി. ആണ്ടാ കിട്ടി. കണ്ടോളി അംഗീകാരം. ഇതിന്റെ ടേസ്റ്റ് എന്നാ സാധനം അത് കംപ്ലീറ്റ് പൊട്ടിച്ചിട്ട്. സാധനം ഫുള്ള് നമ്മൾ പൊട്ടിച്ചിട്ട് ഇവിടെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത പോലെ മരക്കോ ഗൈസ്. ഞാൻ എത്തി ഗൈസ്. ഇവിടെ കുറച്ച് ടൈറ്റാ, കുറച്ചല്ല നല്ല ടൈറ്റാ. ഗൈസ് ഇതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ട കുരിശ് അല്ലേ? ഹാർട്ട് വായിക്കാനൊന്നും കിട്ടണം.
ഇതൊക്കെ വായിച്ചോളിട്ടാ, ഒക്കെ മനസ്സിലായിക്കോളി. ഓ നല്ല ഹൈറ്റും ഉണ്ടല്ലേ. ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പാണ്, ഇരുമ്പ്. പിന്നെ ഇവിടെ ഷീറ്റ്, ഇതിന് സപ്പോർട്ടിങ് ആയിട്ട് ഇങ്ങോട്ട് കമ്പി. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു 2 കേബിള് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വഴി കാണേണ്ടതൊക്കെ എടുക്കാറില്ല, പക്ഷേ എങ്കിൽ നമ്മളിവിടുന്ന് റിട്ടേൺ ആവും. അതെ, ഇവിടെ ഇരിക്കാം, ഇവിടെ ഇരുന്നിട്ട് അങ്ങോട്ടേക്ക് നോക്കാം, നല്ല മനോഹരമായിട്ടുള്ള ആ വ്യൂ കാണാം. ഗതപ്പം ഒന്ന് മാറ്റട്ടെ ഗൈസ്. 20 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന നല്ലൊരു വിശ്രമം കുരിശിൻ ചുവട്ടിൽ. ഞങ്ങൾ പറഞ്ഞ വാക്ക് പോലിച്ചു, കുരിശിനെ വന്ന് തൊട്ടു അല്ലേ. അത് ഞങ്ങൾ തൊടുന്ന് പറഞ്ഞാൽ തൊട്ടിരിക്കും. ഞങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യം ഞങ്ങൾ പറയാറുള്ളൂ അല്ലേ, അല്ലാത്ത ഞങ്ങൾ വെറുതെ പറയാറില്ല. അല്ലാത്ത ഞങ്ങൾ നോക്കട്ടെ എന്നേ പറയുള്ളൂ. അത് നോക്കും, കിട്ടി പോയി. ഏതായാലും ഇവിടെ ഇരുന്നപ്പോൾ ഏതപ്പൊക്കെ മാറി ഉഷാറായി. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി കീവ് ഉണ്ട് നോക്കുക. എനിക്ക് തോന്നുന്നു ഈ വഴിയാണ്, പക്ഷേ എങ്കിൽ കീവ് എന്ന് പറഞ്ഞ ബോർഡ് കാര്യമൊന്നും കാണുന്നില്ലല്ലോ. നമ്മൾക്കാണെങ്കിൽ ഒരു ലോക്കൽ ഗൈഡ് പോലും നമ്മളിപ്പോൾ ഇല്ല. ഞങ്ങൾക്കൊരു ഗൈഡോ അല്ലെങ്കിൽ ഇവിടെ ആരും ഉണ്ടോ ചോദിക്കാനോ ഒന്നും ആരുമില്ല. നമ്മൾ ഇനിയിപ്പോൾ അതിലങ്ങോട്ടേക്ക് പോകണില്ല, കീവ് തപ്പി പോകണില്ല. സത്യം പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ മേലേക്ക് നമുക്ക് അവിടെ നിന്ന് 1 മണിക്കൂർ ട്രക്കിങ് കിട്ടുന്നുണ്ട് കേട്ടോ. നമ്മൾ 5 മിനിറ്റ് നേരത്തെത്തി, അതായത് 55 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തിയത്. ഇവിടുന്ന് നമുക്ക് 55 മിനിറ്റ് നമ്മൾ ഫോട്ടോ എടുത്തു. നമ്മൾ അവിടെ നിന്നാണ് ഫോട്ടോ എടുത്തത്. ഇവിടെ പിന്നെ പോയാൽ നമ്മൾ ഐസ് പൊക്കി, ഇത്രയും കാര്യങ്ങളൊക്കെ സമയം കുറേ പോയില്ലേ. ഇനി നമ്മൾ ഒന്നുമില്ല, മേലേക്ക് അങ്ങ് നേരെ വെച്ച് പിടിക്കുവാണ്. കയറ്റം കയറുമ്പോഴുള്ള ഒരു ക്ഷീണം കൂടി നിങ്ങളെ കാണിക്കും അല്ലേ. ഇവിടെ നല്ല കാറ്റടിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്കൊക്കെ നോക്കാം, ആ ഭാഗത്തേക്കൊന്നും ആളുകൾ പോക്കന്നെ ഉണ്ടാവില്ല. ആര് പോണ അതിലൊക്കെ? ഇവിടത്തെ പോകുന്നുണ്ടോ? ഉണ്ടാവൂല. ഇത് ഉണ്ടാക്കിയൊരു സമ്മതിക്കണ്ട പിന്നെ അല്ലേ, ഇത്ര സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. ആട്ടാ മോനെ, ഇത് ഉണ്ടാക്കിയ ആളുകളെ സമ്മതിക്കണ്ട ഗൈസ്. ഓ ഇത് ഉണ്ടാക്കിയൊരു സ്ഥലമല്ല, കാരണം അത്രയും ദൂരത്തുനിന്ന് വരണം അല്ലേ. അവിടെ നമ്മൾ കൈയും വീശി പോരുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെതായ ക്ഷീണമുണ്ട്. അപ്പോൾ ഇത്ര സാധനങ്ങളും കൊണ്ട് പോരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ നിന്ന് കൂട്ടിയതാണ്, ഉണ്ടാക്കിയതാണ്, പക്ഷെ എന്നാലും അല്ലേ ഇത് സാധനങ്ങൾ കൊണ്ടല്ലേ. റിസ്ക് ഉണ്ട് നല്ല റിസ്ക്കാണ്. എന്നാൽ പിന്നെ ഞങ്ങൾ ഇനി ഇവിടുന്ന് നേരെ നമ്മളുടെ എന്താ പറയുക ഗസ്റ്റ് ഹൗസ് ക്യാമ്പിലേക്ക് പോവാണ്. ക്യാമ്പ് കൊണ്ട് അവിടെ ആ കാണുന്ന മല ഉണ്ടല്ലോ, അതിൻ്റെ അപ്പുറത്താണ്. നമുക്ക് ഓരോ പോയിന്റ് എങ്ങനെ അറിയാം വെച്ചാൽ ഈ വഴി നോക്കിയിട്ട് ഇങ്ങനെ പോയാൽ അവിടെ ഒരു ഷെഡുണ്ട്. ആ ഷെഡും കഴിഞ്ഞ് പോയിട്ട് പിന്നെ നമ്മുടെ ഹെലിപ്പാഡ് കഴിഞ്ഞ് നമ്മുടെ ക്യാമ്പ്. അതാണ് നമ്മുടെ പോയിന്റ്. വഴി തെറ്റാതെ പോയാൽ ഇന്ന് താഴത്തേക്ക് ഇറങ്ങാം, അല്ലെങ്കിൽ എപ്പോഴേലേക്ക് ഇറങ്ങാം. ഇറങ്ങട്ടെ. നമ്മൾ പകുതി കയറി, ഇനി കയറാനുള്ള ഇതാണ് മെയിൻ ടൈറ്റ് അല്ലേ. ഇതാണ് കയറി പോകണത്. കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശമൊക്കെ നമ്മൾ ഹെലിപ്പാഡിൻ്റെ അവിടെ എത്തി. ഒന്ന് കുറച്ച് വെള്ളം കുടിക്കുക, എന്നിട്ട് കയറാം. അത് കയറിയിട്ട് വെള്ളം കുടിച്ചിട്ട് കയറാം. ഹെലിപ്പാഡെത്തി. ഇവിടുന്ന് ആ കാണുന്നതാണ് നമ്മുടെ ക്യാമ്പ്. ഇവിടുന്ന് വലിയ ദൂരമല്ല, അങ്ങനെ പോയി എത്താൻ വേണ്ടി പറ്റും. നമ്മൾ പറഞ്ഞിരുന്നു ഇവിടുന്ന് ഞാൻ 2 മിനിറ്റ് ഇറങ്ങാൽ മതി. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു 2 മണിക്കൂർ കൊണ്ട് എല്ലാ പാടിയും തീർത്ത് നമ്മൾ റിട്ടേൺ വരുന്നു. നമ്മളവിടെ ഇരുന്നു, സ്വസ്ഥമായിട്ട് ഇരുന്നു, വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു, എല്ലാം ചെയ്ത് റീൽസ് വരെ ഷൂട്ട് ചെയ്തു. അപ്പോൾ സമയം എന്ന് പറയുന്നത് 10:10. നമ്മൾ 8:20 പോയത്. 2 മണിക്കൂർ ആയില്ല അല്ലേ. ഇനിയും എത്ര മിനിറ്റ് ബാക്കിയാ? 10 മിനിറ്റ് ബാക്കിയാ. അതാണ് ഞങ്ങൾ, അതാണ് ഞങ്ങളുടെ മുദ്ര. പിന്നെ അവിടെ പോയിട്ട് നമുക്ക് എന്താ വിശക്കുണ്ട്, നല്ല വിശപ്പുണ്ട്. അവിടെ എന്താ കഴിക്കാൻ കിട്ടും നോക്കുക, എന്താ കിട്ടുന്ന ചാവും തട്ടിയിട്ട് നമുക്ക് കുറച്ച് അവിടെ ഇരുന്നിട്ട് 1/2 മണിക്കൂർ അവിടെ ഇരുന്നിട്ട് നേരെ വിടാം. നമ്മൾ വേറെ പുറത്തു അപ്കനാ മിനോ എന്ന് പറയുന്ന ഇദ്ദേഹമാണ് നമുക്ക് ഇവിടെ എന്താ പറയുക കിച്ചണിലൊക്കെ കാര്യങ്ങളല്ലേ. ഇവിടെ വന്നിട്ട് നമ്മളെ പേപ്പർ കാണിച്ച് കിച്ചണിൽ വന്നിട്ട് നമ്മൾ ഓർഡർ ചെയ്യണം. അതാണ് ഇവിടെ കിച്ചൺ. നമ്മളെ പേര് കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കാം. കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്. വരണവർ ഇനി തപ്പി പിടിക്കണ്ട, എനിക്ക് ഭക്ഷണം ചായ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ ഇരുന്ന് ഓർഡർ ചെയ്തിട്ട് കാര്യമില്ല. ഇവിടെ വന്ന് വാങ്ങണം.
ഒരു തിരക്കിലാണ്. ഒരു ഇവിടെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഇനി ഫുഡിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇന്നലെ കിടന്ന സ്ഥലം കണ്ടേ, നമ്മളിവിടെ മേലെ എത്തിയണല്ലോ. കിടന്ന സ്ഥലത്ത് കുക്ക് പറയുന്നത് നമ്മളെ ബെഡിൽ വേറെ ഏതോ ബ്ലാങ്കറ്റൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇതിനകത്താണ് നമ്മൾ ഇന്നലെ കിടന്നത്. അതാരതാടാ. ഓ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇവിടെ കിടന്നത്. ഇത് നമ്മളുടെ ബ്ലാങ്കറ്റല്ല, നമ്മളുടെ ഈ 2 സ്ലീപ്പിംഗ് ബാഗ് നമ്മളുടെ മുണ്ട്, അത്ര സംഭവങ്ങളുള്ളത്. പിന്നെ ഇതിൽ നമ്മുടെ ലാപ്ടോപ്പ് ഉണ്ട്. വെയിറ്റ് ഇല്ലേ, ലാപ്ടോപ്പ് പോയോ? ലാപ്ടോപ്പ് അതിലുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്. അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതൊക്കെ പാക്ക് ചെയ്യണോ എല്ലാ പരിപാടി ഉണ്ട്. അതിന് മുന്നേ നമുക്ക് ചായ കുടിക്കാം. ചായ കുടിച്ചിട്ട് വിശപ്പിന് എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് പോകാം. ഞാൻ 2 മാഗിയും 2 ആംപ്ലേറ്റും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മളെ ബ്രെഡും ഇല്ലേ, അതും കൂട്ടി കഴിച്ചിട്ട് താഴത്തേക്ക് ഇറങ്ങാം അല്ലേ. പിന്നെ ഞങ്ങൾ മാത്രമല്ല, എല്ലാവരും ഇവിടെ എന്താ പറയുക, ഇപ്പോൾ ഒരു ഫാമിലി ആയിട്ട് വന്നവരാണെങ്കിലും നിങ്ങൾ ഡോർമെട്രിയാണ് കിടക്കണമെങ്കിൽ ഇതിനകത്ത് വരിയായിട്ടാവും കിടക്കുക അല്ലേ. ഫാമിലി ആയിട്ട് വന്നവരാണെങ്കിലും ഇവിടെ ഇങ്ങനെ വരി. ഇത് 2 പേർക്ക് കിടക്കാനുള്ളതാണ് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. അത് സിംഗിളാണ്. ഇത് 2 പേർക്കുള്ള. അത് 100 റുപ്യ. 100. ഇത് ഇന്നലെ പറഞ്ഞിരുന്നു. ഇതിന് 100. അതേപോലെ തന്നെ ബ്ലാങ്കറ്റ് എടുക്കണം, അതിന് 100. ഈ കിടക്കുന്ന സ്ഥലത്തിന് 100. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു കാര്യങ്ങൾ. പക്ഷേ തണുപ്പ് നന്നായിട്ട് കയറുന്നുണ്ട് കേട്ടോ. അല്ലേ, ഇവിടെ ഇപ്പോൾ കുറച്ചും കൂടി മലയാളികൾ വന്നിട്ടോ. ഒരു 10 പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിൽ 4 പേര് നമ്മൾ കണ്ട് വയനാട്ടുകാരാണ്. പോകുമ്പോൾ പരിചയപ്പെടാൻ പറ്റുകയാണെങ്കിൽ പരിചയപ്പെടാം. അല്ലാതെ ഞങ്ങൾ ടൈമില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പോകും. അവരെല്ലാവരും വന്നിട്ടുണ്ടെങ്കിൽ പരിചയപ്പെട്ടിട്ട് കാര്യമുള്ളൂ അല്ലേ. അങ്ങനെ ഞങ്ങൾ സുക്ക് വാലിയിൽ നിന്നും താഴേക്ക് ഇറങ്ങുകയാണ്. ഇനി അടുത്ത ഒരു 3-3.5 മണിക്കൂർ ട്രക്കിങ് നമ്മൾക്ക് താഴത്തേക്കുണ്ട്. 1 സൈഡാണ് കേട്ടോ അത്. അങ്ങനെ ഈ ഒരു കാലാവസ്ഥയും ഇവിടുത്തെ കാഴ്ചകളും അറിയാത്ത ആളുകളും എല്ലാവരെയും പരിചയപ്പെട്ടും കളിച്ചും ചെറിച്ചും ആ ഒരു രാത്രി വളരെ നല്ല രീതിയിൽ തണുത്തുറഞ്ഞ് അങ്ങനെ സമാപിച്ചു. ഇന്ന് രാവിലെ നമ്മൾ അതിലൊക്കെ പോയി പോന്നു. അടിപൊളിയാണ്. എല്ലാവരും നിർബന്ധമായിട്ടും വരണം. അതെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും നിർബന്ധമായിട്ടും വരിക. അടിപൊളിയായിരിക്കും. ലൈഫിൽ മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് ആയിരിക്കും. അതെ അതെ, വരാതിരിക്കരുത്. എന്നാൽ പിന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട് നടത്താം. ഇനി നമ്മളിപ്പോൾ തുടങ്ങുന്നുണ്ട് 10:50 അല്ലേ. 10:50 തുടങ്ങുവാണ്. ഒരുപാട് ദൂരം പോവാണ്ട് നമുക്ക്. ഇന്നലത്തെക്കാട്ടിലും ഒരു വ്യൂ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടാ അല്ലേ. ഈ കാണുന്ന ഒരു ട്രാക്ക് ഉണ്ട്, നമുക്കിവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അത് ഈ മലേൻ്റെ ഇതിൽ പോയിട്ട് പിന്നെ അതിൽ പോയിട്ട് അങ്ങനെ പോകണം. പക്ഷേ ഇപ്പം നല്ല മനോഹരമായിട്ടുള്ള വ്യൂ അല്ലേ. ഇന്നലെ പോന്നപ്പോൾ ഇത്ര ഇല്ലായിരുന്നു. അടിപൊളി. മുളങ്കാടിൻ്റെ വൈത്താരയിലൂടെ ഞങ്ങൾ അങ്ങനെ പുറത്തേക്ക് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. ഇത് പിന്നെ നമ്മൾ പോരുന്ന വീഡിയോയിൽ നല്ല രീതിയിൽ ഇവിടെയൊക്കെ നമ്മൾ കാണിച്ചതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെയൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കിയിട്ട് അങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ എന്താ പറയുക, പ്രത്യേകിച്ച് നമ്മൾ പോകുന്നപ്പോൾ കിട്ടാത്ത നല്ല വ്യൂ എന്തെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് കാണിച്ചു തരാം. അല്ലോ പിന്നെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ ഹായ് പറഞ്ഞു കഴിഞ്ഞു. ഒരുപാട് മലയാളികളാട്ടെ. ഹായ് ഇല്ലെങ്കിൽ തെണ്ടി പോയത്. അങ്ങനെ ഒരുപാട് മലയാളികളുണ്ട്. ഇഷ്ടം പോലെ ആളുകളാണ് അമേരിക്ക കയറുന്നത്. വേറെ കാര്യം കേൾക്കണമെങ്കിൽ ഫെസ്റ്റിവൽ അല്ലേ, ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ട് എല്ലാവരും ഫസ്റ്റ് ഡേ എടുത്തിട്ട് എല്ലാവരും കൂടി കയറുവാണ്. അപ്പൊ ഇന്ന് നല്ല തിരക്കുണ്ടാവും ഇവിടെ മേലെ. നന്നായി, നല്ല കാര്യം, അടിപൊളി. അതുകൊണ്ട് നമുക്ക് വലിയ തിരക്കില്ലാതെ സ്വസ്ഥമായിട്ട് കിടക്കാനും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ശ്രദ്ധിക്കാനൊക്കെ വേണ്ടി പറ്റി. ആളുകൾ കൂടുതലുണ്ടെങ്കിൽ പറ്റായികൊന്നുമില്ല. പക്ഷെ എന്നാലും നമുക്ക് കുറച്ചും കൂടിയും അല്ലേ, ആള് കുറഞ്ഞു നിൽക്കുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, ആ ഒരു സുഖം കിട്ടി ഇന്നലെ. മക്കളെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരു 3 മണിക്കൂർ നടന്ന് എന്നിട്ട് നിൽക്കുകയാണ്. ഇവിടെ നിൽക്കാനുള്ളൊരു സ്പോട്ടുണ്ട്. ഇവിടെ കുറച്ച് ഗ്യാപ്പുള്ള ഏരിയയാണ്. ആളുകൾക്ക് വരികയാണെങ്കിൽ തന്നെ മാറിക്കൊടുക്കാനുള്ള ഗ്യാപ്പുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് ആറിയോറ്. ഇത് ഇവിടെയൊക്കെ വളരെ ചെറുതാണ്. അതായത് നമ്മളൊരു നാട്ടിലെ ഒരു എന്താ പറയുക ചാല് അല്ലേ, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അതിൽ ഭംഗിയുണ്ട്. ഞങ്ങൾ നല്ല വ്യൂ ആണ്. നല്ല വ്യൂ എന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. വെയിൽ ഇത്രയൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ചൂടൊന്നും നമ്മൾ അറിയില്ല. ട്രക്കിങ്ങിന് പറ്റിയ കാലാവസ്ഥയാണ്. അതായത് നല്ല തണുത്ത കാറ്റ് എല്ലാം കൊണ്ടും ഓക്കെയാണ്, സുഖമാണ്. ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇറങ്ങില്ലാതെ നിർത്തിയില്ല. നമുക്ക് ഇനിയും ഒരുപാട് എവിടേക്കൊക്കെ പോകാനുള്ളതാണ്. അവർ ഇവരെ മലയാളികളായിട്ട് വന്നവരൊക്കെ ഇത് കഴിഞ്ഞിട്ട് നാടാ. പക്ഷെ നമ്മളിത് കഴിഞ്ഞിട്ട് നാടല്ല. ആ ഒരു വ്യത്യാസമുണ്ട് അല്ലേ. ഒറ്റ ട്രിപ്പായിട്ട് വരുന്നത്.
ഒരു പോയിന്റിലേക്ക് അങ്ങനെ എത്തിയിട്ടാ. ഇനി ഇവിടുന്ന് കുറച്ചുകൂടി ദൂരമുണ്ട്. ഇപ്പോൾ കറക്റ്റ് 1-10 മണിക്കൂർ നമ്മൾ ട്രക്ക് ചെയ്ത്. അവിടുന്ന് ഒരുപാട് പേര് വരുന്നുണ്ട്. അവരൊക്കെ വന്ന് പോട്ടെ. ശരിക്കും ഇതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ പോയിട്ട് ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വരുന്ന ഒരു വഴിയുണ്ട്. അതിൻ്റെ ആ ഒരു വഴി നമുക്കിവിടെ മേലെ നിന്ന് കാണാം. പക്ഷേ നമ്മൾ അവിടുന്ന് അതിലിറങ്ങാൻ വേണ്ടി നിന്നില്ല. ഇതിൽ തന്നെ വന്നിട്ട് ഇതിലെ കയറി പോവുകയാണ്. നമ്മൾ ഇന്നലെ ഇറങ്ങിയ വഴി ഇതായിരുന്നു. പക്ഷേ ഇതിൽ കുറച്ച് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. ആയിക്കോട്ടെ പോകാം. ഒന്ന് സ്ലിപ്പായി കഴിഞ്ഞാൽ പിടുത്തം കിട്ടൂല, മനസ്സിലായോ? നേരെ അപ്പുറത്തേക്ക് പോകും. അവിടെ കുറച്ച് വീണാലും നമ്മൾ അധികം വല്ലാതൊന്നും പോകില്ല. നമുക്ക് പുല്ലുമ്മലൊക്കെ പിടുത്തം കിട്ടും. ഈ ഒരു ഏരിയയിൽ നമുക്ക് ഏകദേശം 10 മിനിറ്റോളം നഷ്ടം അല്ലേ? ആളുകൾക്ക് കയറട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ നിന്ന് കൊടുത്ത സമയമാണ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. ഞങ്ങളെല്ലാവർക്കും നിന്ന് കൊടുത്തിട്ട് കഴിച്ച് കയറണം. കൂടി അപ്പം പിന്നെ ഞങ്ങൾ പിന്നെ ഇടയിൽ കൂടെ കയറി പോകുന്നതാണ്. എത്ര അങ്ങനെ ആളുകളെ കഴിച്ച് ഇനി കയറാൻ വേണ്ടി നിൽക്കുന്നത്. ശരിക്കും താഴെ ഭാഗത്ത് കോട തള്ളൽ തുടങ്ങിയാണ് അല്ലേ? പിന്നെ ഇനി നമ്മൾ ആ കാണുന്ന വീടിൻ്റെ അവിടേക്ക് എത്തണം. നല്ല വ്യൂ ആട്ടാ. പക്ഷെ നമ്മൾ ഇന്നലെ ഇത്രയും കോട കണ്ടിട്ടുണ്ടായിരുന്നില്ല. കോട നല്ല രീതിയിൽ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ വ്യൂ. ഇനിയാണ് നമ്മൾ ടൈറ്റ് ഇറങ്ങാൻ പോകണം. ഇനി ഇവിടെ നിന്നുള്ള ഒരു ഏരിയ ടൈറ്റാണ്. അതും കൂടി നമുക്ക് എത്ര മിനിറ്റ് കൊണ്ട് ഇറങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. അത്ര മിനിറ്റ് കൊണ്ട് ഇറങ്ങിയിട്ട് ഇറങ്ങി കഴിഞ്ഞ് നമ്മൾ വണ്ടിൻ്റെ അടുത്ത് എത്താനുള്ളൂ. അതോടുകൂടി നമ്മൾ ട്രക്കിങ്ങിന് അവസാനിക്കാൻ വേണ്ടി പോവാണ് അല്ലേ? തുടങ്ങല്ലേ? എല്ലാവരും പോയി കയറി പോകണണ്ട. ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുവാണ് അല്ലേ? ഇനി ഒരുപാട് ദൂരം നമുക്ക് ഇറങ്ങാനുണ്ട്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് യാതൊരു ക്ഷീണവും ഇല്ലാതെ ഇറങ്ങുന്നത്. സന്തോഷമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഇവിടെ കുറച്ച് ടൈം എടുക്കും. കാരണം എന്താ പറയുക, സ്ലോ ആണ് എല്ലാവരും അല്ലേ? സ്ലോ. എത്ര ആൾക്കാരെ ഗൈസ് കയറണേ. ഇന്ന് അവിടെ സ്ഥലം ഉണ്ടാവോ? ഇന്നുണ്ടാവും തോന്നുന്നില്ല. ഉണ്ടാവും തോന്നുന്നില്ല. ആൾക്കാരാണ് കയറിയത്. അപ്പോൾ ഈ ഹോൺബിൽ ഫെസ്റ്റിവൽ കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള പിറ്റേ ദിവസം 2ാമത്തെ ദിവസം, അതായത് 1-ാം തീയതി ആയിട്ട് 2-ാം തീയതി കയറാൻ കയറുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ കയറരുത്. നിങ്ങൾ അത് പിന്നേക്ക് അതിൻ്റെ 1-ാം തീയതി ഇവിടെ കയറിക്കോളി അല്ലേ? 2-ാം തീയതി ഹോൺബിൽ എടുക്കുക. അങ്ങനെ ആവും നന്നാവുക എന്നാണ് എൻ്റെ അഭിപ്രായം. ഞങ്ങളുടെ ഇത് കണ്ടില്ല നിങ്ങൾ? പക്ഷെ ഇന്ന് കയറുന്ന ആൾക്കാർ ഇപ്പം തന്നെ ഞങ്ങൾ ലൈനിൽ കണ്ട് 100-ലേറെ ആൾക്കാർ. പിന്നെ ഓവർടേക്ക് ചെയ്ത് പോകാൻ കഴിയൂലേ? അപ്പോൾ അതാ പറഞ്ഞു, ഓവർടേക്കല്ല, നമ്മൾ അവരെ ക്രോസ് ചെയ്താൽ പോരുന്നു. അവരങ്ങോട്ട് കയറുക, നമ്മളിങ്ങോട്ട് ഇറങ്ങുവാണ്. ഏതായാലും അങ്ങനെയാണ് സംഭവം. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മൾ കയറുമ്പോൾ രാവിലെ കയറാതിരിക്കുക. ഒരു 11 മണിക്ക് കയറാം. 11 മണിക്ക് കയറിയാൽ നിങ്ങൾക്ക് അവിടെ ഒരു വൈകിട്ടാകുമ്പോഴേക്ക് എത്താൻ പറ്റും. മറ്റേ നിങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കേണ്ടി വരും. ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് അങ്ങോട്ട് അവിടെ പോയിട്ട് ബിസ്ക്കറ്റും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് അതൊരു എന്താ പറയുക, ഒരു നേരത്തെ ഭക്ഷണം അവിടെ കുറഞ്ഞ് കിട്ടും. പിന്നെ അവിടുത്തെ ഫുഡൊന്നും അത്ര സംഭവം നല്ലതൊന്നല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തൽക്കാലം ജീവൻ പിടിച്ച് നിൽക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ? വേണമെങ്കിൽ കഴിച്ചാൽ മതി എന്നുള്ളടത്തോളം വരും. അപ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ കയറുമ്പോൾ ഒരു 10-11 മണി ആ ടൈമിൽ കയറാം. എന്നാൽ പിന്നെ വൈകിട്ടേക്ക് അവിടെ എത്തും. അപ്പോൾ നിങ്ങൾക്ക് സെറ്റാവുക, കിടന്നുറങ്ങുക, രാവിലെ ഇരിക്കുക, പോയി വ്യൂ ഒക്കെ കാണാം, തിരിച്ചു വരിക. ഇനി നമ്മൾക്ക് അധികമൊന്നുമില്ല. ഞങ്ങൾ ഇന്നലെ ഈ ഒരു മരത്തിൻ്റെ ചുവട്ടിലൊന്നും ഇരുന്നായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് വെള്ളം കുടിച്ചത്, നമ്മൾ കയറിയപ്പോൾ ആകെ വെള്ളം കുടിച്ച ഒരു സ്ഥലമാണ് ഈ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ മരത്തെ ഞാൻ മറക്കില്ല. ഇനി നമ്മൾ പോകുന്ന ഇതൊക്കെ കണ്ടോ, അത് നമുക്ക് ഇറങ്ങുമ്പോൾ ഒരു വിഷയമല്ല, കയറുമ്പോൾ നല്ല വിഷയമാണ്. അതൊക്കെ സ്റ്റെപ്പാണ് വിഷയം. ഞങ്ങളങ്ങനെ ഏകദേശം താഴത്തേക്ക് എത്തി പറഞ്ഞാൽ ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യുന്ന ഏരിയക്കൊക്കെ എത്താറായി. ഞങ്ങൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയിലേക്ക് മാത്രം ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ വെറും അരമണിക്കൂർ എടുത്തിട്ടുള്ളൂ. വെറും അരമണിക്കൂർ. അതായത് ഇതിൻ്റെ ഇടയിൽ തന്നെ ഞങ്ങൾക്ക് ടൈം മൊത്തത്തിൽ കൂട്ടുകയാണെങ്കിൽ 3/4 മണിക്കൂർ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരുപാട് പേര് കയറുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ നിന്ന് സമയം കുറേ അങ്ങനെ പോയി. അപ്പോൾ അതും കൂടി കുറച്ചിട്ടാണ് ഞാൻ പറയുന്നത് അരമണിക്കൂർ വന്നിട്ടുള്ളൂ. ടോട്ടൽ വന്നിട്ടുള്ള സമയം 2 മണിക്കൂർ. ഇനി ഇവിടുന്ന് ഞങ്ങൾക്ക് കുറച്ചും കൂടി താഴത്തേക്ക് പോകണ്ട. നമ്മുടെ വണ്ടി താഴത്താണ് അല്ലേ? അപ്പം ചെറുക്കത്തിനുള്ള ഇറങ്ങി വരുമ്പോൾ വലിയ പ്രശ്നമല്ലേ? കയറി പോകുമ്പോൾ നമുക്ക് തന്നെ 3.5 മണിക്കൂർ വന്നു. നമ്മളെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവരിവിടെ ഉണ്ട്, ഇവർ പോയില്ല. നിങ്ങൾ നടക്കുക താഴത്തേക്ക്? ഇവിടെ ഉണ്ട്. എന്താ വണ്ടിക്ക് എന്താ അവസ്ഥ? എന്താ പറയണേ? 1500 എങ്ങനെ? 4 ആൾക്ക് 1500 റുപ്യ. 1500 റുപ്യ ഉണ്ടെങ്കിൽ എത്ര ഇപ്പൊ ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എത്ര മേഘിന്നാ പോയി. നമ്മളപ്പോൾ ഇവിടേക്കും കൂടി വന്ന ആ ടൈം കൂടി കൂട്ടുകയാണെങ്കിൽ മൊത്തം 35 മിനിറ്റ് അല്ലേ? ഈ ടൈറ്റ് ഏരിയ നമുക്ക് 35 മിനിറ്റ് ആണ്. ഞങ്ങൾ വലിയ ആൾക്കാരാണല്ലോ, 40 മിനിറ്റ്
കിടക്കട്ടെ റൗണ്ട് ആക്കാം. റൂമിന് ഇവിടെ ഉണ്ടാവില്ല എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ശരി വണ്ടി ഒന്നും അങ്ങനെ കൊണ്ടുവന്നാലും നമുക്ക് ടെൻഷനാണല്ലോ. അപ്പോൾ നമ്മുടെ കൂമൻ അതാ അവിടെ നിർത്തിയിട്ടുണ്ട്. കൂമൻ അവിടെ ഒറ്റക്കായിരുന്നു ഒരു രാത്രി കഴിഞ്ഞു കൂട്ടിയത് അല്ലക്കോ. ഒരു രാത്രി ഒറ്റയ്ക്ക് കഴിഞ്ഞു കൂട്ടി ഉണ്ടാവും. ഉള്ളിൽ സങ്കടം ഉണ്ട് ഇട്ട് പറഞ്ഞ മാതിരി അല്ലേ കൂമ. നിനക്കെല്ലാം അല്ലേ, ടയറൊക്കെ അല്ലേ, ലോക്കൊന്നും ഓപ്പൺ അല്ലല്ലോ, ബെഡൊക്കെ അല്ലേ, സാധനങ്ങളൊക്കെ ഇല്ല ഇതില്. എന്താ ഇപ്പൊ സാധനം പറയാനൊന്നുമില്ല, എന്നാലും ചോദിക്കാം. ഞങ്ങളങ്ങനെ ഇറങ്ങണേ ചെക്കന്മാരെ സ്വർഗം കാട്ടി കൊടുത്തു കോമല്. Thank you for this. ഓക്കെ 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 Okay. നാട്ടിന്ന് കാണാം. ആയിക്കോട്ടെ 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 നാട്ടിൽ നിന്ന്. ഓക്കെ ബൈ. കോൺടാക്ട് ചെയ്യാം, വാട്സാപ്പിൽ സേവ് ചെയ്യാം. ആയിക്കോട്ടെ 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 എന്തായാലും കാണണം തീർച്ചയായിട്ടും. ഓക്കെ ബൈ. അപ്പോൾ കുറച്ച് നേരം അപ്പോൾ അവരുടെ കൂടെ ആയിരുന്നു. അതൊരു പ്രത്യേക സുഖമായിരുന്നു. എന്താ പറയുക, നമ്മളിനി നമ്മളുടെ ഞങ്ങളങ്ങനെ എത്ര പേരെ കഴിച്ച് ഈ യാത്രയെ പരിചയപ്പെടുന്നത്. ചങ്ങന്മാരെ ഞങ്ങള് ഇവിടെ ഹോൺബിൽ ഫെസ്റ്റിവലിന്റെ താഴത്തായിട്ട് അവരുടെ പാർക്കിങ്ങിലായിട്ട് വണ്ടി ഇട്ടിട്ടുണ്ട്. ഇവിടെ പുറത്ത് കുറച്ച് തണുപ്പുണ്ടെങ്കിലും അകത്തേക്ക് വലിയ പ്രശ്നമില്ലല്ലോ. അകത്തേക്കില്ല. ഇന്നലത്തെ സംഭവം, ഇന്നലത്തെ സിറ്റുവേഷൻ ഓർത്ത് നോക്കുമ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ചൂടത്താ ശരിയാണ്. ചൂടത്ത് ഇന്നലേക്ക് നേരെ ഉറങ്ങിയാണ്. അവിടുത്തെ ഫുഡിന്റെ പൈസ എന്ന് പറയുന്നത് 1600 രൂപയാണ്. 1600 രൂപ ഞങ്ങൾക്ക് ഫുഡിന് വരും. അത് നമ്മുടെ കിടക്കുന്ന സ്ഥലത്തിന് ബെഡല്ല ഷീറ്റിന് പിന്നെ നമ്മുടെ ഫുഡ്, ഇത്തരം കാര്യങ്ങൾക്കാണ് നമുക്ക് പൈസ വന്നത്. 1600 രൂപ രണ്ടുപേർക്ക്. അത്ര വന്നുള്ളൂ അല്ലേ? 8000 10000 12000 18000 വരെ കൊടുത്തു പോണ ടീംസാണ്. അന്തം വിട്ട് കണ്ടിട്ട് ആ ബില്ല് കണ്ടിട്ട്